സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്ന ഇത് പെൻഗ്വിനാണ്. പക്ഷേ നമ്മളുടെ അന്റാർട്ടിക്കയിൽ കാണുന്ന പെൻഗ്വിനല്ല, ഇത് ആഫ്രിക്കൻ പെൻഗ്വിൻ എന്നറിയപ്പെടുന്ന ഒരു പെൻഗ്വിനാണ്. അപ്പോൾ ഇത് ജാക്കസ് പെൻഗ്വിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഫുട്ടഡ് പെൻഗ്വിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ജാക്കാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അത് ഈ കഴുതട ഭയങ്കര സൗണ്ടായിട്ട് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ജാക്കാസ് പെൻഗ്വിൻ എന്ന് പറയുന്നത്. പിന്നെ സദേൺ ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക, പിന്നെ നമീബിയ, ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഇത് ആഫ്രിക്കയുടെ ചൂട് കാലാവസ്ഥയിലും അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഉള്ള തണുപ്പിലൊക്കെ അത് നന്നായിട്ട് സർവൈവ് ചെയ്യും. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ള ഇതിൻ്റെ ഷെയ്ഡ് ശ്രദ്ധിച്ചായിരിക്കും. ഒരു കൗണ്ടർ ഷെയ്ഡിങ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മുകളിൽ എൻ്റെ വെള്ളത്തിൽ നീന്തുമ്പോൾ മേൽഭാഗം കറുപ്പും അടിയിൽ വൈറ്റുമാണ്. അപ്പോൾ മുകളിൽ നിന്നൊരു പ്രൊഡക്ടർ നോക്കുകയാണെങ്കിൽ അത് ആ ഓഷ്യൻ്റെ ഡാർക്ക് കളറായിട്ട് അത് മാച്ചായിട്ട് അതിനെ കാണാൻ പറ്റില്ല. പിന്നെ അടിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ബ്രൈറ്റ് സർഫസ് വാട്ടർ ആണെങ്കിൽ ആയിട്ടുള്ള മാച്ച് കൊണ്ട് അതിനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ കൗണ്ടർ ഷെയ്ഡിങ് എന്ന ഫീച്ചറാണിത്. അപ്പോൾ അത് ഇപ്പോൾ ഈ മിലിറ്ററിയിൽ എയർപ്ലെയിനിലൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് വാർ പ്ലെയിൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ അത് ഈ ടെക്നോളജി ഇത് കണ്ടിട്ട് ഈ ഒരു ടെക്നോളജി ആയിട്ട് അഡോപ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു യുണീക്ക് പാറ്റേൺ ഉണ്ടാവും, പാറ്റേൺ ഓഫ് സ്മോൾ ബ്ലാക്ക് സ്പോട്ട്സ്. അപ്പം അതിൻ്റെ ചെസ്റ്റിൽ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കറുപ്പ് സ്പോട്ടുകൾ. അപ്പം രണ്ട് പെൻഗ്വിനെടുത്ത് ആർക്കും ഒരു സെയിം പാറ്റേൺ ഉണ്ടാവില്ലെന്ന് പറയണം. ഏത് പെൻഗ്വിനെടുത്താലും അതിൻ്റെ പാറ്റേൺ യുണീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അത് മൊണോഗാമസ് പാർട്ട്നേഴ്സാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരെണ്ണത്തിനായിട്ട് ഇണചേർന്ന് കഴിഞ്ഞാൽ അതായിട്ട് ജീവിതാവസാനം വരെ അതായിട്ടാണ്. പിന്നെ പറയാന്ന് പറഞ്ഞാൽ 80 അടി താഴ്ചയിലോട്ട് ഡൈവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ശ്വാസം 70 സെക്കൻഡ് വരെയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇതിൻ്റെ ഭക്ഷണം മറ്റേ ചാള, സാർഡൈൻസ്, അഞ്ചോവീസ്, സ്ക്വിഡ് ആൻഡ് ഷ്രിമ്പ്. മലയാളത്തിൽ പറയണമെങ്കിൽ ചാള, അഞ്ചോവി എന്ന് പറഞ്ഞാൽ വേളൂരി, എറണാകുളം ഭാഗത്തൊക്കെ വേളൂരി എന്ന് പറഞ്ഞാൽ, മറ്റേ വേറെ സ്ഥലത്തൊക്കെ എന്താ പറഞ്ഞാൽ അറിയില്ല. പിന്നെ കൂന്തൽ, പിന്നെ കൊഞ്ച്, ചെമ്മീൻ, അതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ 60 മുതൽ 70 സെൻറ്റിമീറ്റർ പൊക്കം വരും. പിന്നെ അതിൻ്റെ തൂക്കം 5 മുതൽ 8 പൗണ്ട് വരെ. 8 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 കിലോൻ്റെ അടുത്ത് വരും. പിന്നെ ഇത് എൻഡേഞ്ചേർഡ് സ്റ്റാറ്റസ് ആണ്. ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണത്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ മറ്റേ നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെൻ്ററി ഒന്നുണ്ട്. ആ ഡോക്യുമെൻ്ററിയുടെ പേര് പെൻഗ്വിൻ ടൗൺ എന്നാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ഒരു ടൗണിൽ പോയിട്ട് ഈ പെൻഗ്വിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ കുറച്ച് നേരം കൂടി കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കിയോസ്കിലോട്ട് പോകാം.